നീ വന്നേ. അയ്യോ ഇപ്പൊ വേണ്ട. അതൊക്കെ ഇപ്പൊ പറയും, കുറച്ചുകൂടെ കഴിയുമ്പോൾ കൂടുതൽ ടെൻഷൻ ആവും. എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. എന്താ ഒന്നുമില്ല, വാ. വേറെ ആര് പറയാ ഞാൻ നോക്കിക്കോളാം. പേടിക്കാതെ വാ, വന്നേ. അയ്യോ ചേട്ടാ വേണ്ട, ഇവിടെ നിറച്ച് പെണ്ണുങ്ങളാണല്ലോ. അതിനിപ്പോ എന്താ, ഇതൊക്കെ ആരും ചെയ്യാത്ത കാര്യങ്ങളാണോ? അവരൊക്കെ ഞാൻ മാറ്റിത്തരാം. വാ, എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഒന്നിറങ്ങി. പെട്ടെന്ന് ഇറങ്ങി. ഇതിനകത്തേക്ക് എറിക്കൂ. വെള്ളവും കാര്യങ്ങളും ഒക്കെ റെഡിയാ. ഞാൻ പുറത്ത് തന്നെ നിന്നോളാം. അയ്യോ ചേട്ടൻ വരുന്നില്ലേ? എന്തിന്? ഒരു കമ്പനിക്ക്. അയ്യേ, പേടി വന്ന മനുഷ്യൻ ഇങ്ങനെയുണ്ടോ? അത് കയറി. എന്താ കാര്യം? എന്താ ഇവിടെ കളിക്കാതെ അങ്ങനെയല്ലേ? നീ അവനെ ഇതിനകത്ത് നടത്തിട്ട് ഇവിടെ കാവല് നിൽക്കണോ? ഇത്ര പകുതിയില്ലാതായാലും എങ്ങനെയാ? അവിടെ മുഹൂർത്തത്തിന് സമയമായി, ആളുകൾ ബഹളം ഉണ്ടാക്കും. അതിന് ഇനിയും സമയമുണ്ടല്ലോ. അവന് സമാധാനമായിട്ട് പോയിട്ട് വരട്ടെ വക്കീലേ. അതിന് നിന്റെ ചേട്ടനും മറ്റുള്ളവരും എന്നെ അവിടെ നിർത്തണില്ല. നീ അങ്ങോട്ട് ചെന്ന് അവരെ ഒന്ന് സമാധാനിപ്പിക്കേ. ഞാൻ ചെക്കനെ വിളിച്ചോണ്ട് വരാം. ചെല്ലേ. എടാ ബാല, എന്തൊരു ഇരിപ്പ, മുഹൂർത്തത്തിന് സമയമായി, നേരം കുറെ ആയല്ലോ. ഒന്നും കൂടെ ഇറങ്ങി വാ. ഇവൻ ഇതിവിടെ പോയി. കണ്ണാടി കൊള്ളാല്ലേ? ആളെ നോക്ക് ചേട്ടാ. പോലെ പണിയുണ്ട്. കൊണ്ടുപോവാ. പിന്നിൽ നിന്റെ പിന്നിൽ കുട്ടപ്പനുള്ള എന്തേ താഴെല്ലാം പോയിട്ടാ. വണ്ടി പോട്ടെ. ചെറുക്കനും ബഹളമുണ്ടാക്കാതെ അവർ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അവർ വയറ് നല്ല സുഖമല്ലേ? ഇത് വെച്ച് മുഖം മറക്കേ. വാ ചേട്ടാ, അവൻ ഇതുവരെയും വന്നിട്ടില്ല. പേടിച്ചിട്ട് വരാതിരിക്കൂ. ഏയ്, അവൻ വരും, കൃത്യമായിട്ട് വരും. ഇവിടെ കെട്ട് നടക്കുമ്പോ പുറത്ത് വെട്ട് നടക്കും. മുഹൂർത്തായി വേണം നോക്കട്ടെ. ഇമാം ധ്വമിന്ദ്രമേദ്വത്സുപുത്രാകും ദുപകാം ഗുരം ദശാസ്യാം പുത്രാണാദേഹി പതിമേകാദസംകൃതി സർവമംഗളമാംഗല്യേ ശ്രീ സർവാർത്ഥസാധകേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. താലി വാങ്ങിക്കേ. നമ്മള് പിടിക്കണ്ട, 500 പിടിക്കട്ടെ. എന്നിട്ട് അയാളെ മക്കളും തമ്മിൽ തല്ലി ചാട്ടെ. നമ്മൾ ഇടപെടണ്ട.
നീങ്ങാവിടെ നീങ്ങാൻ നിങ്ങളുടെ എവിടുത്തെ ചൂറാനാണ്? നിങ്ങളെ മകൻ വന്ന് കണ്ടില്ലേ താലി കെട്ടാൻ? കൊല്ലടവനെ കൊല്ല്. വേണ്ട, ആരും വേണ്ട, ഞാനിവിടെ കെട്ടുന്നില്ല. ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പ്. എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല ഇവരീ നടന്നെന്ന് ഇപ്പൊ അച്ഛന് ബോധ്യമായില്ലേ? നമ്മൾ അച്ഛനും മക്കളും കൊന്നും ചത്തും തീരണം, അത് മാത്രമായിരുന്നു ഇവരുടെ ഉള്ളില്. ഇതൊന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. അല്ലാണ്ട് അച്ഛനെ തോൽപ്പിക്കാനോ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനോ അല്ല. മാലു, എന്നോട് ക്ഷമിക്കണം. ഒരിക്കൽ എന്റെ അച്ഛനായിട്ട് നിന്റെ ഒരു കല്യാണം മുടക്കി. ഇപ്പോ ഞാനായിട്ടും എന്റെ അച്ഛനെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് പറ്റില്ല. അതുപോലെ നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. നിക്കവിടെ, കെട്ടവിടെ അടുത്ത താലി. അവിടെ അടുത്ത താലി കെട്ടാൻ ഇല്ല, അച്ഛൻ പറയേണ്ട ഞാൻ കേട്ടില്ല. അച്ഛൻ പറഞ്ഞു, ആ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം. 500 പോലെ കെട്ടാ നീ. അങ്ങോട്ട് പോറേ, വേണം തുടങ്ങിക്കേ, തുടങ്ങേ. നിർത്തരുന്നല്ലേ പറഞ്ഞത്? നിർത്തിയ കൊല്ലി ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. കൊട്ടടാ, എടാ കെട്ടടാ, എടാ കെട്ടാനാ പറഞ്ഞത്. ആഹാ, നീ കെട്ടോ? താലി കെട്ടിപ്പറിച്ചു. ഇവിടെ കൊണ്ടുവല്ലേ താലി? വിടില്ല, പിടിച്ചോ. നീ വന്നുണ്ടോ? പിടിച്ചോ. എങ്ങനെയാണ് ഞാൻ തരില്ല. എന്നെ കൊന്നാലും ഞാൻ തരില്ല. നീ എവിടേക്കാ പോ? ഞാൻ തരില്ല, തരില്ല. ശരിയാ പോടെ. രാമോദ്രോ, രാമോദ്രോ, വേഗം കൊണ്ട് കെട്ടാം. കെട്ട്, ഇവന്റെ കാര്യം ഞാനേറ്റ്. ഇനിയുണ്ടോ തീരാൻ വൈരാഗ്യം ഉള്ളില്? നിങ്ങളോടുള്ള എല്ലാ വൈരാഗ്യവും മറന്ന് നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചു തരാൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ, അത് കാണണമെന്നുണ്ടെങ്കിൽ അകത്ത് അല്പമെങ്കിലും നന്മ വേണം. നന്മ. അച്ഛ, ഞാൻ ഈ കാണിച്ചത് ധിക്കാരമോ അവിവേകമോ ആണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം. അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നീ എങ്ങും പോണ്ട. അച്ഛന്റെ കാല് വീഴ്. അച്ഛന്റെ കാല് വീണ് അനുഗ്രഹം മേടിക്കാൻ. കൊച്ചുമണി വേഗം വന്നേ. വാ അച്ഛാ, ഞങ്ങൾക്കും കൂടി മാപ്പ് തന്നേക്ക്.
വീടെത്തി.